നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഗാലറി ആപ്പുകൾ ഉണ്ടാവും. നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഗാലറി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാലറിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഗാലറി ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിലെ വീഡിയോസ്, ഫോട്ടോസ്, മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ക്യാമറയിൽ നിന്ന് എടുത്ത വീഡിയോ, ഫോട്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണും. ഇങ്ങനെ നമ്മൾ കാണുന്ന ഗാലറിയിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഗാലറിയിൽ നമുക്ക് സാധാരണ ഫോട്ടോ കാണാൻ സാധിക്കും, വീഡിയോ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നും ആയിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ അതിനകത്ത് നമുക്ക് മ്യൂസിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫയൽ മാനേജർ ഓപ്പൺ ആക്കണം. ഫയൽ മാനേജറിനകത്ത് നമുക്ക് ഈ ഫോൾഡറുകളിൽ നിന്ന് മ്യൂസിക് എന്ന ഫോൾഡർ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മ്യൂസിക്കുകൾ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാലറിയിൽ തന്നെ നമുക്ക് മ്യൂസിക്, അതുപോലെ തന്നെ ആപ്പുകൾ, അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, ക്യാമറ ഫോട്ടോസ്, ഇതെല്ലാം നമുക്ക് ഒരു സമയത്ത് ഒരേ ഫോൾഡറുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗാലറി ആപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എല്ലാ ഫീച്ചേഴ്സുകളും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഗാലറി ആപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. മാത്രമല്ല ഒരു 450 KB ഫയൽ മാത്രമുള്ള ഒരു ആപ്പാണ്. ഓർക്കണം, നമുക്ക് 1/2 GB പോലും ഇല്ല, 450 KB ഫയലാണ്, MB ഫയലല്ല. അത്രയും ചെറിയൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇട്ട് നഷ്ടപ്പെടുകയില്ല. അത്രയും ചെറിയൊരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് ആപ്പ്, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ഗാലറി ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫയൽ ഗാലറി എന്നാണ് ആപ്പിൻ്റെ പേര്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോ, വീഡിയോ ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീസെൻ്റായിട്ടുള്ള നമ്മുടെ എല്ലാ ഫോട്ടോസും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസുകൾ കാണും. ഏറ്റവും മുകളിൽ ആദ്യത്തിൽ നമുക്ക് ക്യാമറയാണ്. ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോകൾ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ കാണാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും സാധിക്കും. രണ്ടാമത്തെ വീഡിയോസാണ്. വീഡിയോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള മുഴുവൻ വീഡിയോസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് മ്യൂസിക്കാണ്. നമുക്ക് സാധാരണ ഗാലറിയിൽ കാണാത്ത, അതായത് സാധാരണ ഗാലറിയിൽ നമുക്ക് മ്യൂസിക്കോ മറ്റു ഡോക്യുമെൻറ്റ്സോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്തരം ഡോക്യുമെൻറ്റ്സോ മ്യൂസിക്കോ കാണണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഫയൽ മാനേജറിൽ പോകണം. അപ്പോൾ ഗാലറിക്കകത്ത് തന്നെ നമുക്ക് മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ഓഡിയോസും മ്യൂസിക്കുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് നമ്മുടെ ആപ്പുകളാണ്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പുകൾ, APK ഫയലായിട്ടുള്ള ആപ്പുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. മാത്രമല്ല അതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത, ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗോ ടു സ്റ്റാർട്ട്, ഗോ ടു സെൻറ്റർ, ഗോ ടു എൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗോ ടു എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തിൽ നമ്മൾ വാട്സപ്പിലൊക്കെ വന്ന ഫോട്ടോസ് ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഫോട്ടോ അത് ഏതാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത് എന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഗോ ടു എൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരെ എൻഡിലോട്ട് പോകും. ഇവിടെ ഗോ ടു സെൻറ്റർ ഉണ്ട്, സെൻറ്റർ ഭാഗത്തേക്ക് പോകും. ഗോ ടു സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റാർട്ട് ഭാഗത്തേക്ക് പോകും. അത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗാലറിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു KB ഫയലുള്ള ഒരു ആപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.